പ്രശ്നങ്ങൾ, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണുമ്പോൾ ചാടി ഇറങ്ങുന്ന കുറെ ഫെമിനിസ്റ്റ് ചേച്ചിമാരുണ്ട് കേട്ടോ. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും കേൾക്കണ്ട. പെണ്ണിന് എന്തെങ്കിലും പറ്റിയോ, പെണ്ണിന് ആരെങ്കിലും എന്തും പറഞ്ഞു, അയ്യോ ഞങ്ങളുണ്ട്, പെൺപുലികളെ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം ചാടി കയറി ചീറ്റപ്പുലികളെ പോലെ വരുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതിലെ ഒരു ചേച്ചിയുടെ വർത്തമാനം കേട്ടപ്പോൾ ഞാനങ്ങ് കോരി തരിച്ചു പോയി. ഓ എന്റെ ദൈവമേ, ഇങ്ങനെ വേണം കേട്ടോ. ഞങ്ങളെയൊക്കെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം കാലിൽ ഏൺ ചെയ്യുക, നമ്മൾ മാന്യമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുക, അന്തസ്സായിട്ട് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം, ഒരു സ്ത്രീയുടെ അന്തസ്സൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിജീവിത എന്ന് പറഞ്ഞ അതിജീവനം, അവരുടെ ദുരിതത്തിൽ നിന്ന് മെന്റലി ആൻഡ് ഫിസിക്കലി കിടക്കുന്ന അവരുടെ ഡ്രോമിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് അവർ അതിജീവനത്തിന്റെ പാതയിൽ ജീവിക്കുമ്പോഴാണ് അവർ അതിജീവിതമാർ. അല്ലാണ്ട് കള്ളപീഡന പരാതി കൊടുത്ത് കാണുന്ന ആണുങ്ങളുടെ എല്ലാം തോളെ കയറുന്ന പെണ്ണുങ്ങളല്ല അതിജീവിതമാരും ഫെമിനിസ്റ്റുകാരും. അപ്പോൾ ഒരു ചേച്ചിയുടെ വർത്തമാനം നിങ്ങളൊന്ന് കേൾക്ക്. ഞാൻ ആളിനെ കാണിക്കുന്നില്ല, സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. എപ്പോഴും ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരാളെക്കാളും ബെറ്റർ ആയിരിക്കും അടുത്തയാള് എല്ലാ കാര്യത്തിലും. അതായത് നമ്മൾ ആദ്യം ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാത്രമായിരിക്കും ആകർഷിതരാവുന്നത്, സെക്സിനകത്ത് ആകർഷാവില്ല. രണ്ടാമത്തെ വരുമ്പോൾ സ്വഭാവവും സെക്സും ഓക്കെ ആയിട്ടുള്ള ആളായിരിക്കും. മറ്റൊന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ടോക്സിക് ആണ്, കുറച്ച് സമാധാനം തരുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ ഫിൽട്ടർ ചെയ്ത് കൂടുതൽ എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓരോ ആൾക്കാരെയും ഞാൻ എപ്പോഴും എങ്ങനെയുണ്ട് ഗായ്, ഞാൻ ഓരോ ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുമെന്ന്. ഇതിനെയൊക്കെ പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞാലേ അല്ല, അവരുടെ പേര് പറയാൻ പറ്റില്ല. അവരെ അന്തസ്സായിട്ടും ഒന്നിൽ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടി, ലൈംഗിക തൊഴിലാളികളെ. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഒന്നിൽ അവരുടെ മക്കൾക്ക് ചെലവിനൊക്കെ ജീവിപ്പിക്കാൻ വേണ്ടി, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, 3 നേരം വയറ് നിറച്ച് ആഹാരം കൊടുക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കിടപ്പിലാവുന്ന മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കിടപ്പിലായ ഭർത്താവിന് മരുന്ന് വാങ്ങിക്കാനായിരിക്കും, അല്ലാണ്ട് സുഖിക്കാൻ വേണ്ടി ഒരു പെണ്ണുങ്ങളും ലൈംഗിക വൃത്തി ചെയ്യത്തില്ല. ഇവിടെമാരൊക്കെയാണ് പക്ക പറയണ്ട, അതിന് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. അപ്പൊ നല്ല ഉളുപ്പില്ലാതെ വന്നിരുന്ന് പറയുന്നുണ്ടില്ലയോ, ഞാൻ ഫിൽട്ടർ ചെയ്ത് ആണുങ്ങളെ ഇങ്ങനെ ചൂസ് ചെയ്യുന്നതെന്ന് സെക്സിന് വേണ്ടിയിട്ട്. നല്ല ഫെമിനിസ്റ്റ് കൊള്ളാം അല്ലേ? ഇങ്ങനെയുള്ള ഫെമിനിസ്റ്റുകളല്ലേ നമുക്ക് വേണ്ടത്. നാടിന് അന്തസ്, സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പെടുക്കുന്ന ഫെമിനിസ്റ്റുകള്, നാണം മാനം ഉളുപ്പില്ലാത്ത നാറിയ ജന്മങ്ങള്, അല്ലാണ്ട് എന്താ പറയാ.